കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. തെരഞ്ഞെടുപ്പിൽ 7 സീറ്റിലും SFI വിജയിച്ചു. അതേസമയം വോട്ടെണ്ണലിന് പിന്നാലെ KSUവിന്റെ നേതൃത്വത്തിൽ വ്യാപക അക്രമം അഴിച്ചുവിട്ടു. ഇടിവളയൂരി പെൺകുട്ടികൾക്ക് നേരെ KSU നേതാവ് ഭീഷണി മുഴക്കി. വോട്ടെണ്ണലിന്റെ ബാലറ്റ് പേപ്പർ തട്ടിയെടുത്തും കീറിയെറിഞ്ഞും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അട്ടിമറിച്ചു. വിവരങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. നോക്കൂ വിജിൻ, SFI വളരെ വലിയ രീതിയിലൊരു വിജയം സ്വന്തമാക്കുന്നു. KSU തൊട്ടു പിന്നാലെ KSU തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കുന്നു. ഇപ്പോൾ ഇതാ ഈ സെനറ്റ് തെരഞ്ഞെടുപ്പ് അടക്കം റദ്ദാക്കിയ ഒരു സാഹചര്യവുമുണ്ട്. വിജിൻ, കേൾക്കാമോ? തീർച്ചയായും വർഷ, സെനറ്റ് തെരഞ്ഞെടുപ്പ് അല്പം മുമ്പ് റദ്ദാക്കി. എന്തായാലും സെനറ്റ് തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണലിനിടെയാണ് ഇത്തരത്തിൽ KSU പ്രവർത്തകർ 15ഓളം വരുന്ന ബാലറ്റുകൾ കീറിയെറിഞ്ഞത്. അതിനെ തുടർന്നാണ് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആദ്യഘട്ടത്തിൽ മേജർ സീറ്റിലേക്കുള്ള 7 സീറ്റിലും SFI വനിതാ സ്ഥാനാർത്ഥികൾ ചരിത്രത്തിലാദ്യമായി കേരള സർവകലാശാല യൂണിയനിൽ വിജയിച്ചു വന്നു. അതിനുശേഷം 15 എക്സിക്യൂട്ടീവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 13 ഇടത്തും SFI വിജയിച്ചു. 5 ബജറ്റ് കമ്മിറ്റികളിലേക്കുമുള്ള ആളുകളും SFI പ്രതിനിധികളായി വിജയിച്ചു. അതിനുശേഷം നടന്ന ഈ സെനറ്റ് തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ KSU പ്രവർത്തകർ, ഈ അലോഷി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവർ ബാലറ്റ് പേപ്പർ കീറിയെറിഞ്ഞത്. അതിനുശേഷം SFI പ്രവർത്തകർ പുറത്തെത്തുകയും പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ SFI നിലവിൽ ഈ ചരിത്ര വിജയം നേടിയ വിദ്യാർത്ഥിനികളെയും ആനയിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. പിന്നീടാണ് ഈ സെനറ്റ് ഹാളിനകത്ത് ഉണ്ടായിരുന്ന KSU പ്രവർത്തകരെ, നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള SFIയുടെ സമരം. സെനറ്റ് ഹാളിന് പുറത്ത് SFI പ്രവർത്തകർ കുത്തിയിരുന്ന് സമരം ചെയ്തു. SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോവിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഈ സെനറ്റ് ഹാളിന് പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പോലീസിനോട് ഈ KSU പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. പക്ഷേ പോലീസ് അതിന് തയ്യാറായില്ല. വലിയ തരത്തിലുള്ള ഒരു 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് പിന്നീട് സെനറ്റ് ഹാളിനകത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറി. KSU പ്രവർത്തകർ ഒരു ഭാഗത്ത് നിന്ന് ഈ തിരിച്ച് SFI പ്രവർത്തകരെ മർദ്ദിക്കുമെന്നും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തു. അതിനു മുമ്പായിരുന്നു സെനറ്റ് ഹാളിലെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്ന ഭാഗങ്ങളിലെ കസേരകളും അതുപോലെ തന്നെ മറ്റ് ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ വലിച്ചെറിയുകയും ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ഒക്കെ KSU പ്രവർത്തകർ ചെയ്തത്. അത് എത്രയും പെട്ടെന്ന് അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. പക്ഷേ അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോ മറ്റുള്ളവരോ കടന്നില്ല. എന്തായാലും കുറെ കാലമായി കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സർവകലാശാല യൂണിയനെയും അതുപോലെ തന്നെ മറ്റ് അതിന്റെ പഠനേതര വിഷയങ്ങളിൽ ഒക്കെ അതിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ഒരു ശ്രമം കുറെ കാലമായി ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായതിനു ശേഷമാണ് ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂലികളായ VC-മാരെയൊക്കെ സർവകലാശാലയിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധവും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മോഹനൻ കുന്നുമ്മൽ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ KSU വലിയ തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുകയും തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ട് പോലും ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തുകയോ അതിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന ആരോപണവും SFI സംസ്ഥാന സെക്രട്ടറി തന്നെ ഉയർത്തുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ പോലീസ് ഈ 2 വിഭാഗങ്ങളുടെയും നടുവിൽ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും KSU പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നാണ് SFI ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് നിലവിൽ ഈ സെനറ്റ് ഹാളിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വിജയ്, നോക്കൂ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം സംഘർഷഭരിതമാണ് അന്തരീക്ഷമെന്ന്. ഈ ബാലറ്റ് പേപ്പറുകൾ അടക്കം കീറി എറിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഈ KSU പ്രവർത്തകരെ അടക്കം നിയന്ത്രിക്കാൻ പോലീസ് അടക്കം വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ പോലീസിനെതിരെ KSU പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടോ? മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? വർഷ, ഈ ആദ്യഘട്ടത്തിൽ പോലീസ് സെനറ്റ് ഹാളിനകത്തേക്ക് കയറുകയും SFI പ്രവർത്തകർ ഈ വിജയിച്ച വിദ്യാർത്ഥിനികളുമായി പുറത്തെത്തി ആഹ്ലാദ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ പോലീസുമായി KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. ഇവർക്ക് നേരെ ഈ ഇവിടുത്തെ കസേരകളും അതുപോലെ തന്നെ ഡെസ്കും ബെഞ്ചും ഒക്കെ വലിച്ചെറിയുകയും അത് അടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. ഈ ബാലറ്റ് പേപ്പർ കീറിയെറിഞ്ഞതിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ പോലീസിന് നേരെയുള്ള KSU നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആക്രമണം. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് SFI ഒരു ഭാഗത്ത് ഈ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഈ മറ്റു തരത്തിലുള്ള പോലീസ് ഇടപെടലുകൾ ഒന്നും നിലവിൽ നടന്നിട്ടില്ല. എന്തായാലും KSU പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരെ മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ SFI മറുഭാഗത്തായി വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുകയാണ്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് ജോലിക്കെത്തിയ എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകരെ അടക്കം മർദ്ദിച്ചിട്ടുണ്ടല്ലേ?
വർഷ തീർച്ചയായും അവർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് ജോലിക്കായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ KSU പ്രവർത്തകർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള KSU പ്രവർത്തകർ ഉൾപ്പെടെ ഇതിനകത്തുണ്ടായിരുന്നു. ഈ അകത്ത് യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളല്ല ഈ അക്രമം നടത്തിയത്, പുറത്തുനിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഈ അക്രമം നടത്തുന്നതിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ഈ എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികളും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നു. അവർ അകത്ത് ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഈ വിവിധ സംഘടനകളിൽപ്പെട്ട അധ്യാപകരും ജീവനക്കാരും ഒക്കെയാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. അവർ അകത്തുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള അക്രമം KSUവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ബാലറ്റ് പേപ്പറുകൾ കീറിയെറിഞ്ഞ കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തു. അവരുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ 15ഓളം വരുന്ന സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബാലറ്റ് പേപ്പറുകൾ വലിച്ചെറിഞ്ഞത്, കീറിയെറിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് SFI പ്രതിഷേധമുയർത്തി. SFI പ്രവർത്തകർ നേതാക്കളും ഒക്കെ ഈ പകർത്തിയ ദൃശ്യങ്ങൾ അതിന് തെളിവാണ്. KSU പ്രവർത്തകരും നേതാക്കളും ഇത്തരത്തിൽ ബാലറ്റ് പേപ്പറുകൾ വലിച്ചു കീറിയെറിയുന്ന ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിലുണ്ട്. നമുക്കത് നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണമായും KSU പ്രവർത്തകർ നടത്തുന്ന അക്രമം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ SFI വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ഈ സെനറ്റ് ഹാളിലും പുറത്തും നിൽക്കുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ ഒപ്പം തന്നെ സെക്രട്ടറി അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ KSU പ്രവർത്തകർക്കെതിരായ നടപടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിജിൻ, നേരത്തെ തന്നെ ഈ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി വളരെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സംഘപരിവാർ വിദ്യാർത്ഥികളെ തിരികെ കയറ്റാനുള്ള ഒരു ശ്രമവും ഉണ്ടായിരുന്നു. അതിനെതിരെയെല്ലാം SFI വളരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ SFI ഒരു വിജയം സ്വന്തമാക്കുന്നു, അതിനെ അട്ടിമറിക്കാൻ KSU ശ്രമിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ലാത്തി ചാർജ് അടക്കം നടക്കുന്നുണ്ട്. വളരെ സംഘർഷം അതിരൂക്ഷമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള സർവകലാശാല സെനറ്റുമായി ബന്ധപ്പെട്ടാണ് വളരെ വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്നത്. SFI മിന്നും വിജയം സ്വന്തമാക്കുന്നു. അതിന് പിന്നാലെ KSU വളരെ വലിയ രീതിയിൽ അതിക്രമം അഴിച്ചുവിടുന്നു. ഇപ്പോൾ ലാത്തി ചാർജിലേക്ക് അടക്കം കടന്നിട്ടുണ്ട്. അത്രമേൽ സംഘർഷഭരിതമാണ് നിലവിൽ ഈ ഒരു അന്തരീക്ഷം. സ്ത്രീകൾക്കെതിരെ, പെൺകുട്ടികൾക്കെതിരെ അടക്കം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു, ഇടിവളയൂരുന്നു, പെൺകുട്ടികൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്നു. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഒരു അതിക്രമമാണ് നടക്കുന്നത്. വിജിൻ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിജിൻ, നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നിലവിൽ വർഷ ഈ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പുറത്തേക്ക് കൂടുതൽ KSU പ്രവർത്തകർ എത്തി ഈ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിന് ഫ്രണ്ടിലൊക്കെ വലിയ തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. പോലീസ് നന്നേ പാടുപെടുകയാണ് ഈ രാത്രിയിലും ഇവരെ പിന്തിരിപ്പിക്കാൻ. വലിയ തരത്തിലുള്ള അക്രമം നടത്തുന്നു KSU ഈ കേരള സർവകലാശാലയ്ക്കകത്ത് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച. വലിയ പോലീസ് സന്നാഹം ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഈ ആക്രമണം നടത്തിയവരെ SFI പ്രവർത്തകരിൽ നിന്ന് മാറ്റി പോലീസ് ഒരു തള്ളി നീക്കിയാണ് ഇപ്പോൾ വാഹനത്തിൽ കയറ്റി അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകുന്നത്. എന്തായാലും വലിയ സംഘർഷം പുറത്തും നടക്കുന്നു. KSU പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെ മറ്റു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പുറത്ത് ഗേറ്റിന് മുന്നിലുണ്ട്. ഗേറ്റൊക്കെ അടച്ചിട്ടാണ് പോലീസ് ഇവർക്ക് സംരക്ഷണം തീർക്കുകയും വലിയ തരത്തിലുള്ള അക്രമത്തിലേക്ക് വഴിമാറാതെയുള്ള ഒരു പോലീസ് നടപടിയിലേക്ക് കടന്നു. എന്തായാലും അല്പസമയം മുമ്പ് ഇതിനകത്ത് ഉണ്ടായിരുന്ന KSU പ്രവർത്തകരെ SFI പ്രവർത്തകരുടെ ആവശ്യപ്രകാരം, SFI നേതാക്കളുടെ ആവശ്യപ്രകാരം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി വിജിൻ, ഇപ്പോൾ KSU പ്രവർത്തകരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് നടന്നിട്ടുള്ളത്. KSU വലിയ രീതിയിൽ ഒരു ആക്രോശം ഉണ്ടാക്കുന്നു. പോലീസ് അടക്കം ലാത്തി ചാർജ് പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഇത് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിലവിൽ SFI പ്രവർത്തകർക്കെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം, ബാലറ്റ് പേപ്പറുകൾ അടക്കം കീറിയെറിഞ്ഞൊരു സാഹചര്യം. ഇപ്പോൾ പോലീസ് ഈ KSU പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എത്ര പേരെയാണ് ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? 100-100ഓളം വരുന്ന KSU നേതാക്കളും പ്രവർത്തകരുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇവരാണ് ഈ ക്യാമ്പസിനകത്ത് വലിയ തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടത്. ഇപ്പോഴും നമുക്ക് കാണാം ഗേറ്റിനടുത്ത് ഒക്കെ KSU പ്രവർത്തകർ പുറത്ത് നിന്ന് അക്രമം നടത്തുകയാണ്. ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു അക്രമമാണ് KSUവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പോലീസ് നന്നേ പാടുപെടുകയാണ് ഇവരെ മാറ്റാൻ. SFI പ്രവർത്തകർ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഇവർക്കെതിരെ നടത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെതിരായ വലിയ വിജയം നേടിയതിനിടയിലും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടതിന്റെ എതിരായ പ്രതിഷേധമാണ് നിലവിൽ SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വർഷ, ഇപ്പോൾ KSU പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. നിലവിൽ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. എന്നാൽ വീണ്ടും പ്രതിഷേധം നടക്കുന്നു. ഇപ്പോൾ പോലീസ് ഗേറ്റ് അടക്കം പൂട്ടിയ ഒരു സാഹചര്യമാണ്. പക്ഷേ ആ ഗേറ്റിന് പുറത്തും പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രോശം KSU പ്രവർത്തകർ പുറപ്പെടുവിക്കുന്നു.
എന്തായാലും വർഷ നിലവിൽ ഇപ്പോൾ KSU പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തി നീക്കിയിരിക്കുന്നു. ബാക്കി ഉള്ള ആളുകൾ, ഈ പുറത്തുനിന്നുള്ള ആളുകളും ഇപ്പോൾ പിരിഞ്ഞിട്ടുണ്ട്. SFI പ്രവർത്തകർ പോലീസിനോട് ഒരു ഈ കാര്യത്തിൽ ഈ വൈകാനുണ്ടായ കാരണം ഉൾപ്പെടെ പറയണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അകത്ത് ഇപ്പോൾ SFI പ്രവർത്തകർ മാത്രമാണ് ഉള്ളത്. KSU പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. വർഷ. ചെറിയ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെനറ്റ് തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നിരിക്കുന്നത്. വീണ്ടും ഈ നിലവിൽ പോലീസ് ഗേറ്റടക്കം പൂട്ടിയിരിക്കുകയാണ്. ഈ അകത്ത് SFI പ്രവർത്തകരാണ്. നിലവിൽ ഈ കേസിലെ മുഴുവൻ വിദ്യാർത്ഥികളെ അടക്കം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന് നേരെയും ഈ SFI KSU പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. സഭ്യമല്ലാത്ത ഭാഷയിലടക്കം സംസാരിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ സംഘർഷ സാഹചര്യം അല്പം അയഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിജിൻ, ഇപ്പോൾ അത്രമേൽ സംഘർഷമില്ല എന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും അക്രമത്തിന് ഇപ്പോൾ നിലവിൽ അയവ് വന്നിരിക്കുന്നു. വർഷ, പോലീസ് ഈ KSU നേതാക്കളെയും പ്രവർത്തകരെയും നീക്കിയതോടുകൂടിയാണ് SFI പ്രവർത്തകർ ഇപ്പോൾ ആഹ്ലാദ പ്രകടനവും മറ്റ് നടപടികളിലേക്കും കടക്കുകയാണ്. പൂർണ്ണമായും KSU പ്രവർത്തകരെ ഈ ക്യാമ്പസിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. നിലവിലിവിടെ SFI പ്രവർത്തകരാണ്. വിജയിച്ച 7 യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നിലവിൽ ഇവിടെയുണ്ട്. അവരുമായി പുറത്തേക്ക് ആഹ്ലാദ പ്രകടനം നടത്താനായിരുന്നു SFI നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സെനറ്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിയത്. ബാലറ്റ് പേപ്പർ കീറിയെറിഞ്ഞ് വലിയ തരത്തിലുള്ള ഒരു അക്രമം KSUവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയായിരുന്നു തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ സമയത്ത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള SFIയുടെ പ്രതിഷേധവും അതിനകത്ത്